അങ്ങനെ ഫ്രണ്ട്സെ വന്നപാടെ ബസ്സിലും മെട്രോയിലും ഒക്കെ ഒന്ന് യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും നടന്നു. അങ്ങനെ തിരിച്ച് പോകുന്ന വഴിക്ക് ബസ്സിലിരുന്ന് തന്നെ നമ്മൾ ഈ റൂട്ട് തന്നെയാണ് നമ്മുടെ ജബേൽ പാർക്ക്, അതായത് നമ്മുടെ ദുബായ് ഫ്രെയിം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അങ്ങനെ ബസ്സിലിരുന്ന് ആ ഒരു ദുബായ് ഫ്രെയിം കാണാൻ പറ്റി. സമയം പോലെ ദുബായ് ഫ്രെയിം ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ജബേൽ പാർക്ക് സ്ഥലം. അവിടെയുള്ള ദുബായ് ഫ്രെയിമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അടുത്തൊരു ഡേ ഓഫ് സമയം സെറ്റ് ചെയ്തിട്ട് അവിടെ പോകണം. നല്ല വ്യൂ എന്നാണ് കണ്ടത്. ഇപ്പോൾ തന്നെ ബസ്സിരുന്ന് കണ്ടപ്പോൾ തന്നെ അത് ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് നല്ല പൊക്കത്തിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ആ ഒരു ഫ്രെയിം കാണാനായിട്ട്. ഉറപ്പായിട്ടും പോകണം, വിസിറ്റ് ചെയ്യണം എന്നൊരു വലിയൊരു ആഗ്രഹത്തിരിക്കുകയാണ് ഇപ്പോൾ. ദുബായ് ഫ്രെയിം മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥലങ്ങളും പോയി കാണണമെന്ന് വലിയ അതിയായ ആഗ്രഹമാണ്. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബുർജ് ഖലീഫ അകത്ത് കയറി കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. കാര്യം 2016 ഞാനും ഫാമിലിയായിട്ട് വന്ന സമയത്ത് ദുബായ് മാളും അതുപോലെ ബുർജ് ഖലീഫയൊക്കെ ഒന്ന് കണ്ടിരുന്നു. പക്ഷേ അകത്തൊന്ന് കയറാനായിട്ട് പറ്റിയില്ല. കാര്യം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് മോന് ചെറിയൊരു പനിയുടെ ലക്ഷണമൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ ഒരു പ്ലാൻ നടന്നില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ പറയുന്ന പോലെ എന്തായാലും ഇപ്പോൾ ദുബായിലുണ്ട്. ഒരു ഡേ ഫിക്സ് ചെയ്തിട്ട് എന്തായാലും ബുർജ് ഖലീഫയുടെ അകമൊക്കെ ഒന്ന് കയറി കാണണമെന്ന് വലിയ നമ്മുടെ എല്ലാവർക്കും ഉള്ള ആഗ്രഹം പോലെ എനിക്കും ഒരു ആഗ്രഹം കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാവലിങ് ചെറിയൊരു സംഭവമാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഔട്ടിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇടയ്ക്കൂടെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. തിരിച്ച് നേരെ സെയിം വേ തന്നെ പോയ വഴി തന്നെ തിരിച്ചു വന്ന് ഹുബൈബയിലെത്തി. ഹുബൈബയിൽ നിന്ന് മെട്രോ വഴി സെൻട്രൽ പോയിൻറ്റിലെത്തി. സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് നേരെ വീട്ടിലേക്ക്. ഇത് നമ്മുടെ ദുബായ് ടെർമിനൽ 1 എയർപോർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ മറ്റൊന്നുമില്ല, നാളെ കാണാൻ വീണ്ടും. ടേക്ക് കെയർ ഓൾ, ബൈ.